അസ്സലാമു പൈശാചികമായിട്ടുള്ള ഉപദ്രവം ശരീരത്തിലേക്ക് ശൈത്താൻ കയറിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നെഗറ്റീവായിട്ട് സംസാരിക്കും. നെഗറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന അസൂയാലുക്കളുണ്ട്, അത് വേറെ കാര്യം. പൈശാചികമായിട്ടുള്ള ശക്തി, ആ ശക്തി ഒരാളുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ അയാൾക്ക് ഇബാദത്തുകൾ ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല. പള്ളിയിലേക്ക് പോയാൽ തന്നെ അയാളുടെ ശരീരത്തിൽ കയറി പിശാചിങ്ങനെ അയാളങ്ങനെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കും. പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് വെപ്രാളം പിടിക്കുക. നല്ല കാര്യങ്ങൾക്കൊന്നും അയാൾക്കൊരു ഉത്സാഹം ഉണ്ടാവില്ല. അതുപോലെ തന്നെ മെൻസസ്സായിരിക്കുന്ന സമയത്ത് ഭാര്യയോട് ബന്ധപ്പെടാൻ വല്ലാത്ത ആഗ്രഹം തോന്നുക. എന്നാൽ ഈ മെൻസസ് ആകുന്നതിൻ്റെ മുന്നേ ഭാര്യയ്ക്ക് കുഴപ്പമില്ലാത്ത സമയങ്ങളുണ്ടാവുമല്ലോ, ആ സമയങ്ങളിൽ താല്പര്യക്കുറവും മെൻസസ് ആയിക്കഴിഞ്ഞാൽ അവളോടുള്ള ആഗ്രഹങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ശൈത്താൻ ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അട്ടഹാസങ്ങളും ഇരുട്ടിനെ ആശ്രയിച്ച് ഇരുളിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അയാൾ ഇരിക്കാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ചൂടാവുക, എല്ലാവരോടും വളരെ ഭ്രാന്തമായിട്ട് ചൂടാവുക. ചില നിമിഷങ്ങളിൽ, ചില ദിവസങ്ങളിൽ അയാൾ നല്ല രീതിയിൽ ഒക്കെ പെരുമാറിയേക്കാം, നല്ല സ്വഭാവത്തിൽ പെരുമാറിയേക്കാം. അല്ലെങ്കിൽ എപ്പോഴും അയാൾക്ക് ഈ ഒരു പ്രശ്നം കാണുന്നത് ഉണ്ടാവും, മിക്ക ദിവസങ്ങളിലും കാണുന്ന. ചില ദിവസങ്ങളിൽ അയാൾക്കിതുണ്ടാവില്ല. അയാൾ നല്ല രീതിയിൽ എല്ലാവരോടും പെരുമാറുകയും, ആ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ട് എന്തെങ്കിലും അയാളോട് സൂക്ഷിച്ച് പെരുമാറിയില്ലെങ്കിൽ തമാശയിൽ കൂടെ അയാൾക്ക് പറ്റാത്തത് പറഞ്ഞാൽ അയാൾ വല്ലാത്ത രീതിയിൽ, ഇപ്പം തമാശയിൽ നമ്മൾ പല കാര്യങ്ങളും പറയും, അത് പറ്റാത്ത രീതിയിലുള്ള സംസാരങ്ങൾ വന്നു കഴിഞ്ഞാൽ അയാൾ വളരെ രീതിയിൽ ആ സമയത്ത് സംസാരിച്ച ആളേ അല്ല. വളരെ പെട്ടെന്ന് അയാൾ ഭീകരമായിട്ടുള്ള സ്വഭാവങ്ങൾ, വളരെ ചൂടായി തെറി വിളിച്ച് വല്ലാത്ത രീതിയിൽ അനാവശ്യങ്ങൾ വിളിച്ച് ഇങ്ങനെ ആ പറഞ്ഞ ആളെ വേദനിപ്പിക്കുക. അള്ളാഹു കാത്തുരക്ഷിക്കുമാർ. അതുപോലെ തന്നെ പല രീതികളിലും അയാൾ ഇരുട്ടിനെ ആശ്രയിക്കുക, ഇരുളിനെ വല്ലാതെ ഇഷ്ടപ്പെടുക. പള്ളിയിൽ നിന്നും ബാങ്ക് മുഴങ്ങുന്ന സമയത്ത്, ഈ ബാങ്ക് മുഴങ്ങുന്ന സമയത്ത് ഇദ്ദേഹം വളരെ രീതിയിൽ ഇയാളുടെ ശരീരം അസ്വസ്ഥതക്കേട് തോന്നുക. ഒരാൾക്കിപ്പോൾ ഇങ്ങനെ ബാങ്ക് വിളിക്കുകയാണ്, ആ ബാങ്ക് ഒന്ന് പെട്ടെന്നൊന്ന് അവസാനിച്ച് കിട്ടിയിരുന്നെങ്കിൽ, അതുപോലെ തന്നെ വല്ലാത്തൊരു ഇടങ്ങേറ് ആ ബാങ്ക് കേട്ടിട്ട് ഇതെന്താ കഴിയാത്ത എന്നുള്ളത് ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നുക, അയാൾക്ക് അസ്വസ്ഥതക്കേട് ഇങ്ങനെ തോന്നുക. അതും പൈശാചികമായിട്ടുള്ള ഒരു പിശാച് ശരീരത്തിലേക്ക് കഠിനമായി കയറ്റിവിട്ടാൽ ഒരു പക്ഷേ കൈവശമാകാം. അപ്പോൾ കൈവശം എന്നുള്ളത് വളരെ ഇടങ്ങേറാണ്. അത് വയറ്റിൽ പെട്ട് കഴിഞ്ഞാൽ അത് ആമാശയത്തിൻ്റെ ഉള്ളിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത്, പിന്നെ അത് പുറത്തേക്ക് വരാൻ നല്ല ഇടങ്ങേറാണ്. കയറ്റി വിടുന്നത് വളരെ എളുപ്പമാണ്, ഇറക്കാൻ വളരെ ബുദ്ധിമുട്ടുമാണ്. അള്ളാഹു കൈവശത്തെ തൊട്ടിട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. കൈവശം എന്ന് പറഞ്ഞാൽ ഒരു ഹാക്കഡാണ്, നമ്മളുടെ എല്ലാം ഹാക്കാവും. പിന്നെ ഒരു വ്യക്തിയിലേക്ക് മാത്രമായി ചുരുക്കും. അതൊരു പെണ്ണാവാം, അല്ലെങ്കിൽ പുരുഷൻ സ്ത്രീക്ക് കൊടുത്താൽ സ്ത്രീക്ക് പുരുഷന് കൊടുത്തതും ആവാം. അത് മിക്ക സ്ത്രീകൾ, ഭൂരിഭാഗം നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ വശീകരിക്കാൻ ശാരീരികമായിട്ടുള്ള ബന്ധപ്പെടലിനാണ് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുക. ഇതിന് മെയിനായിട്ട് മെൻസസ്സാണ്, സ്ത്രീകളുടെ മെൻസസ്സാണ് ഇതിനുപയോഗിക്കുക. പിന്നെ വേറെ എന്തൊക്കെയോ കൂട്ടുകൾ ചേർത്ത് അവരുടെ മന്ത്രവും ചേർത്താണ് ഇതുണ്ടാക്കുന്നത്. അള്ളാഹു അത്തരം കാര്യങ്ങൾ തൊട്ടിട്ട് നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അത്തരം കെണിവലയങ്ങളിൽ അള്ളാഹു അതിൽ നിന്നൊക്കെ നമുക്ക് എപ്പോഴും കാവൽ തരട്ടെ. അതുപോലെ തന്നെ ഈ ഒരു ശൈത്താന്മാരുടെ ശല്യത്തിൽ നിന്ന് അള്ളാഹു മോചനം തരുമാറാവട്ടെ. അള്ളാഹുവിനോട് കഠിനമായി ദുആ ചെയ്യുക, മഹാന്മാരെ മുൻനിർത്തി നമ്മളൊക്കെ ദുആ ചെയ്യുക. അള്ളാഹു എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി തരുമാറാവട്ടെ. ചില ആളുകൾ പറയാറുണ്ട്, സിഹർ എത്ര ചികിത്സിച്ച് മാറ്റിയിട്ടും മാറുന്നില്ല, ആ മാറാത്ത എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നൊക്കെ. എനിക്ക് അവരോട് പറയാനുള്ളത്, പല ചികിത്സകളും നിങ്ങൾ നടത്തിയിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ആഴ്ചകളിലോ അല്ലെങ്കിൽ മാസത്തിലോ നിങ്ങൾ സിയാറത്ത് പോകുന്നത് നല്ലതാണ്. ആഴ്ചയിൽ 2 എണ്ണം ആക്കാൻ പറ്റുകയാണെങ്കിൽ 2 എണ്ണം ആക്കുക. പൊതുവേ നമ്മൾ സിയാറത്ത് ചെയ്തിട്ട് ഇറങ്ങി പോകരുത്, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക.
പല അസ്വസ്ഥതകേടുകളും ഇടങ്ങേറുകളൊക്കെ ഈ പൈശാചികമായിട്ട് ശരീരത്തിലുള്ളവർക്ക് തോന്നുമെങ്കിലും ആദ്യം നിയ്യത്താക്കേണ്ടത് എന്താ? ശൈത്താനെ നമ്മൾ ഒഴിവാക്കുക. ഞാൻ തയ്യാറാകുക, അല്ലെങ്കിൽ നമ്മൾ തയ്യാറാവണം. പിശാചിനെ ഒഴിവാക്കാൻ നമ്മൾ തയ്യാറാവണം. ആ ഒരു നെയ്യത്തോട് കൂടിയിട്ട് പോവുക. അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള നെയ്യത്തോട് കൂടി പോവുക. മക്കാമുകളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ശൈത്താനിയത്ത് ഒഴുകിപ്പോവും, അത് കരിഞ്ഞു പോകും, അത് എല്ലാത്തിലും കത്തിപ്പോവും. അള്ളാഹുവിനോട് അടുത്ത ആളുകളുടെ അടുത്തേക്ക് ശൈത്താന്മാർക്ക് ഇത്തിരി വരാൻ പേടിയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. ദുആയിൽ എല്ലാവരും ഉൾപ്പെടുത്തുക. അപ്പോൾ അതിന് ഒറ്റ മൂല്യമേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിൽ ഏർവാടി അല്ലെങ്കിൽ എല്ലാ മക്കാമുകളിലും നമ്മൾ സന്ദർശിക്കുക. നമ്മൾ ആഴ്ചകളിൽ ഒരു ദിവസം 2 ദിവസമൊക്കെ നമ്മൾ സിയാറത്ത് പോവുക. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു മാർഗം. ഒരു ചികിത്സ ചെയ്തിട്ടും ഫലമില്ലാന്നുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ മാർഗം ഇത് തന്നെയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഫലം ഉണ്ടാവും. നിങ്ങൾ തീർച്ചയായും നിങ്ങളത് ചെയ്യണം. അസ്സലാമു അലൈക്കും.